ഹലോ നമസ്കാരം. മല്ലു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റാണ് ചെയ്യാൻ പോണത്. നമ്മൾ ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം, ആവി കയറ്റി. അപ്പം നമ്മൾ അത് റെഡിയാക്കാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വെച്ചിരുന്നതാണ്. ഇനി ഉപ്പ് ചേർക്കണ്ട. നമുക്ക് അതിൻ്റെ ആവി തന്നെ അതിനാവശ്യത്തിന് വെള്ളമുണ്ട്. ആ വെള്ളം കൊണ്ട് തന്നെ നമുക്കത് വേവിച്ചെടുക്കാം, പറ്റിച്ചെടുക്കാം. പറ്റിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ ആവശ്യത്തിന് ഇത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഒന്ന് പറ്റിച്ചെടുക്കാം. പറ്റിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കതിന് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് ഇനി വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്, ചെമ്മീൻ വെന്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ഓയിലൊഴിക്കാം. ഓയിലൊഴിച്ച് നമുക്ക് ഇനി അതിലേക്ക് കടുകിടാം. കടുക് ഇവിടെ പൊട്ടുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് സവോള, ആദ്യം നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സവോള ഇടാം. നമുക്കിവിടെ നമ്മുടെ പച്ചമുളകൊക്കെ നമ്മൾ ഇട്ട് ഒന്ന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവോള ഇടാം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. നമ്മൾ സവോള ഇടുവാണ്. സവോള ഇട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാല കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു ഇത്തിരി വേണമെങ്കിൽ നമുക്ക് ഇത് ഞാനിപ്പം മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ ചെമ്മീനിട്ട് നമുക്കൊരു തുള്ളി ഒരു നുള്ള് ഉപ്പും ചേർത്ത് ഒരു ശകലം വെള്ളവും കൂടെ തളിച്ചിട്ട് വേണം നമുക്കിതൊന്ന് മൂടി വയ്ക്കാൻ. അതിനാവശ്യത്തിന് വെള്ളമുണ്ട്. ഒരു ശകലം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ആണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ഫ്രൈ വേറെ പൊടികളൊന്നും നമ്മളിതിനകത്ത് ചേർത്തിട്ടില്ല. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന നേരത്ത് ഒരു നുള്ളു വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നമസ്കാരം.